ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേ പർച്ചേസിങ് തുടങ്ങുവാണ്. എറണാകുളത്തേക്കാണ് പോകുന്നത്. നമുക്ക് പോകുന്ന വഴി ബാക്കി കാര്യങ്ങൾ നോക്കാം. സൗണ്ട് എത്രത്തോളം ഓഡിബിൾ ആണെന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് ഹിയർ വി ഗോ. അങ്ങനെ ഞാൻ മെട്രോ നോക്കി മെട്രോ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. അപ്പൊ ആലുവ ഭാഗത്തേക്ക് പോകുന്ന ഒരു അടിപൊളി ഒരു മെട്രോ വന്നിട്ടോ. എനിക്ക് അതിന്റെ ഗ്രാഫിക്സ് ഒക്കെ നല്ല ഇഷ്ടമായി. അങ്ങനെ പതിയെ നമ്മള് ട്രെയിൻ വന്നു കയറി. മഹാരാജാസിലാണ് ഞാൻ ഇറങ്ങിയത്. അങ്ങനെ ഇറങ്ങി ലാസ്റ്റ് ഫൈനലി നമ്മുടെ ഫസ്റ്റ് സ്പോട്ടിലെത്തി. ഓണം ഫെസ്റ്റ് നടക്കുവാണ് മറൈൻ ഡ്രൈവിന്റെ ഗ്രൗണ്ടിൽ. അങ്ങനെ അവിടെ ഒന്ന് കുറച്ചു നേരം അവിടെ ഒന്ന് നോക്കാന്ന് കരുതി. എങ്ങനെയുണ്ട്, കളക്ഷൻസ് ഒക്കെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല രീതിയിൽ കളക്ഷൻസ് ഉണ്ടായിരുന്നു. 350 ഒക്കെ അടിപൊളി നല്ല പാൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഷർട്ട്സ് ആണെങ്കിലും ക്രോപ്പ് ടോപ്സ് ആണെങ്കിലും ക്രോപ്പ് ടീഷർട്ട്സ് ആണെങ്കിലും ഒക്കെ നല്ല വെറൈറ്റി ഓഫ് കളക്ഷൻസിന്റെ തന്നെ അവിടെ അവൈലബിൾ ആയിരുന്നു. ഇതൊക്കെ 250 റേഞ്ചിന്റെയാണ്, 250 to 300 റേഞ്ചിന്റെയാണ് ഈ ഡ്രസ്സസ് ഒക്കെ. എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ഒരു ക്വാളിറ്റി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എത്രത്തോളം വർത്ത് ആവുന്നു, പക്ഷെ എന്നാലും കുഴപ്പമില്ല. പിന്നെ ഒരുപാട് നല്ല ബാഗ്സിന്റെ വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ടായിരുന്നു. നല്ല ക്യൂട്ട് ബാഗ്സ്, പിന്നെ അതുപോലെ തന്നെ സാഷൽസ് ആണെങ്കിലും പിന്നെ സ്ലിംഗ് ബാഗ്സ് ഒക്കെ അവിടെ അവൈലബിൾ ആയിരുന്നു. അത്യാവശ്യം നല്ല ഒരുപാട് വെറൈറ്റി ഓഫ് കളക്ഷൻസ് തന്നെയായിരുന്നു. പിന്നെ ഇത് നമ്മുടെ ബുക്സിന്റെ ഒരു ഏരിയ തന്നെയാണ്. ഒരുപാട് എന്താ പറയാ, ബെസ്റ്റ് സെല്ലിംഗ് കളക്ഷൻസും ഇന്റർനാഷണൽ കളക്ഷൻസ് ഒക്കെ അവിടെ അവൈലബിൾ ആയിരുന്നു. പിന്നെ എന്താ പറയാ, ഇക്കിഗായുടെ ഒക്കെ മലയാളം വേർഷൻ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. ആദ്യമായിട്ടാണ് ഞാൻ ഒരു മലയാളം വേർഷൻ ഓഫ് ഇക്കിഗായി ഒക്കെ കാണുന്നത്. പിന്നെ ഇതൊക്കെ നെയിം ബോർഡ്സ് ആണ്. ഇതാണ് ഇക്കിഗായുടെ മലയാളം വേർഷൻ. ലൈക്ക് ഞാൻ അകത്തൊന്നും നോക്കിയില്ല, ജസ്റ്റ് ഒന്ന് അതിന്റെ ലേഔട്ട് മാത്രം നോക്കി. പിന്നെ ഓണം ആയതുകൊണ്ട് തന്നെ, പിന്നെ ഓണം ഹൈലൈറ്റ് നമുക്ക് അറിയാലോ, നമ്മുടെ സെറ്റും മുണ്ടും സാരി, അത് കഴിഞ്ഞിട്ട് വേറൊരു ഇതില്ല. ദെൻ പിന്നെ ഇതൊക്കെ ജാക്കറ്റ്സ് ആണ്. ജാക്കറ്റ്സ് കുഴപ്പമില്ല, അത്രയും സുഖം തോന്നിയില്ല, പക്ഷെ എന്നാലും ആ ഒരു എമൗണ്ടിന് വർത്താണ്. പിന്നെ അത്യാവശ്യം ജെൻസിന്റെ ആണെങ്കിലും കളക്ഷൻസ് ഉണ്ട്. ടീഷർട്ട്സ് ആണെങ്കിലും എല്ലാം അവൈലബിൾ ആണ്. പിന്നെ ചെരുപ്പിന്റെ ആണെങ്കിലും കുഴപ്പമില്ല, നമുക്കൊരു ഓക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു. പിന്നെ ഇത് നൈറ്റീസിന്റെ സെക്ഷൻ ആണ്. ലേഡീസിനാണെങ്കിൽ അത്യാവശ്യം നൈറ്റിയുടെ കളക്ഷൻസ് ഒക്കെ അവിടെ അവൈലബിൾ ആണ്. ടീഷർട്ട്സ് ഒക്കെ ആണെങ്കിലും പിന്നെ എന്താ പറയുക, ട്രൗസേഴ്സ് ഒക്കെ ആണെങ്കിലും നല്ല അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള ട്രൗസേഴ്സ് ഒക്കെ അവിടെ അവൈലബിൾ ആയിരുന്നു. പിന്നെ ഷോൾസ് ആണെങ്കിലും സ്റ്റോൾസ് ആണെങ്കിലും എല്ലാ വെറൈറ്റി ഓഫ് കളക്ഷൻസിന്റെ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ സാരീസ് ആണ്. കുഴപ്പമില്ല. ഞാൻ പിന്നെ ജസ്റ്റ് എനിക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ജോഗേഴ്സും അതുപോലെ തന്നെ പിന്നെ ജീൻസ് ഒക്കെയാണ് ഞാൻ എടുത്തത് അവിടെ നിന്ന്. ട്രയൽ റൂം ഇല്ല എന്നുള്ളൊരു അപാകത മാത്രമാണ് എനിക്ക് തോന്നിയത്. പിന്നെ നമുക്കറിയാലോ, ഒരു സ്റ്റോൾ പോലെ ഇടുമ്പം നമുക്ക് ട്രയൽ റൂം അത്ര പോസിബിൾ അല്ല എന്നുള്ളത്. അങ്ങനെ ഞാൻ പിന്നെ പതിയെ അവിടെ നോക്കി. അത്യാവശ്യം നമുക്ക് എന്താണ്, ഒന്ന് ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റിയൊരു പ്ലേസ് തന്നെയാണ്. അത്യാവശ്യം കാണാനുണ്ട്. പിന്നെ കുറെ കീ ചെയിന്റെ കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഇതൊക്കെ ടോയ് സെക്ഷൻസ് ആണ്. അത്യാവശ്യം ചെറിയ ചെറിയ കുറെ അധികം മൈന്യൂട്ട് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ അവിടെ അവൈലബിൾ ആയിരുന്നു. പിന്നെ ഇതെന്റെ ഫോൺ പെട്ടെന്ന് തെന്നിപ്പോയി ഇടയ്ക്ക്, അതാണ് ഇങ്ങനെ ക്യാമറ ഇങ്ങനെ ആയിപ്പോയത്. ദെൻ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ എന്താ പറയാ, ലൈക്ക് അത്യാവശ്യം കുഴപ്പമില്ല, നല്ലൊരു ഡേ തന്നെയായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും. പിന്നെ എന്താണ്, അവിടെ നല്ല കാറിന്റെ ഒക്കെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. കിഡ്സിന് പറ്റിയൊരു ഏരിയ തന്നെയായിരുന്നു. പിന്നെ സ്റ്റോൾസ് ആണെങ്കിലും വെറൈറ്റി ഓഫ് ഉണ്ട്. പിന്നെ ഇത് കത്തിയാണ്, കത്തിയുടെ ഒരുപാട് കളക്ഷൻസ് അവിടെ അവൈലബിൾ ആയിരുന്നു. പല രീതിയിലുള്ള പല വെറൈറ്റി ഓഫ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നോക്കി വാങ്ങിക്കേണ്ടവർക്ക് വാങ്ങിക്കാം. പിന്നെ ചെടികളുടെയും നല്ല കുറെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. പുതിനയുടെ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ കരിമ്പൻ ജ്യൂസ്, അത് വിട്ടൊരു കളിയില്ലല്ലോ. പിന്നെ അവസാനം നമ്മളൊരു കരിമ്പൻ ജ്യൂസും കുടിച്ചു. എന്താണ്, ലൈക്ക് കുഴപ്പമില്ല, അത്ര എനിക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഫൈനലി ഞാൻ ഇത്രയും സാധനം വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ നെക്സ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ഡെക്കാത്തലോൺ ആണ്. അതറിയാലോ, നമ്മൾ പർച്ചേസിംഗ് ആണെങ്കിൽ നമുക്ക് ഡെക്കാത്തലോൺ ഒരു മെയിൻ ഹബ്ബ് തന്നെയാണ്. അത്യാവശ്യം അവിടെ നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു. എന്തോ എന്റെ ഭാഗ്യത്തിന് ഓഫർ ഡേ തന്നെ എനിക്ക് ചെല്ലാൻ പറ്റി. കൂളിംഗ് ഗ്ലാസ്സസ് ഒക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. അറൌണ്ട് എനിക്ക് തോന്നുന്നു ഒരു 350 ആണ് ഈ കൂളിംഗ് ഗ്ലാസ്. കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വർത്തായിട്ട് എനിക്ക് തോന്നി. അത് കഴിഞ്ഞ് പിന്നെ എന്താ പറയാ, നമ്മുടെ ടെന്നീസ് ബോൾസ് ഒക്കെ ആണെങ്കിലും അത്യാവശ്യം 79 ആണ്. 79 99 ഒക്കെ അവൈലബിൾ ആയിരുന്നു അവിടെ. പിന്നെ ബോട്ടിൽസ് ആണെങ്കിലും ബാക്ക് പാക്സ് ആണെങ്കിലും ഒക്കെ
വൈഡ് വെറൈറ്റി ഓഫ് കളക്ഷൻസ് തന്നെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് മൈക്രോ ഫൈബറിന്റെ ടവലാണ്, ഒന്നും പറയാനില്ല, നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആണ്. പിന്നെ ഹൈഡ്രേഷൻ പൗഡേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഹൈഡ്രേഷൻ പൗഡേഴ്സ് ഒക്കെ 199 ആയിരുന്നു, 199 ഓർ 299 സംതിങ്ങിനായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഷോർട്സ് ആണെങ്കിലും എല്ലാം അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ടൈം തന്നെയായിരുന്നു. എന്താണ്, ഞങ്ങൾ ഇന്നലെ പോയ സമയത്ത്, ഇത് സൺഡേ ഈവനിങ് ആണ് പോയത്. സെപ്റ്റംബർ 1 വരെയുള്ള ഒരു ഓഫർ ടൈം പീരീഡ് ആയിരുന്നു. പിന്നെ ഷൂസിന്റെ ആണെങ്കിലും ഒക്കെ എന്താണ് 2199 ഒക്കെ 1199 1799 ഒക്കെ ആയിരുന്നു അവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. ഓരോരുത്തർക്കും അവനവന്റെ ബഡ്ജറ്റിന് പറ്റിയ രീതിയിലുള്ള കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഷൂസ് ഒന്നും ഞാൻ വാങ്ങിച്ചില്ല, എത്രയൊക്കെ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞാലും ഇപ്പൊ തൽക്കാലം ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ എന്താണ്, ലൈക്ക് സ്പോർട്സ് ഐറ്റംസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. ഷൂസിന്റെ ആണെങ്കിൽ വൈഡ് വെറൈറ്റീസ് അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ എടുക്കാനൊന്നും നിന്നില്ല. പക്ഷെ ജസ്റ്റ് ഇങ്ങനെ ഓരോന്ന് മോഡലൊക്കെ വെറുതെ നോക്കി എങ്ങനെ ഉണ്ട് എന്നൊക്കെ അറിയാൻ, എന്റെ പ്രൈസ് ഒക്കെ നോക്കിയിട്ട് അതുപോലെ തന്നെ വെച്ചു. പിന്നെ അത്യാവശ്യം ഒരു മിനി ജിം പോലെ കുറച്ച് ആവശ്യമുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, അതൊക്കെ വെറുതെ ഇങ്ങനെ നോക്കിക്കണ്ട് അവിടെ നിന്നു. കുഴപ്പമില്ലാത്ത രീതിയിൽ നൈസ്, കുഴപ്പമില്ല, നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ. പിന്നെ എന്താണ്, സ്കേറ്റിംഗ് ബോർഡ്സും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ വെറുതെ അതൊക്കെ ഇങ്ങനെ ചുമ്മാ അവിടെ നോക്കി കണ്ടു നിന്നു. അല്ലാണ്ട് പിന്നെ അവിടെ ഗെയിം സെക്ഷൻ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു ഡെക്കാത്തലോണില്. ഞങ്ങൾ 1-2 ഗെയിംസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പിന്നെ നേരെ പോയത് വിന്റർ ജാക്കറ്റ് എടുക്കാൻ വേണ്ടിയായിരുന്നു. എന്റെ സൈസിനുള്ളത് കിട്ടിയില്ല, പക്ഷെ എന്നാലും ഞാൻ അവിടെ നിന്ന് ഓൺലൈൻ ബുക്ക് ചെയ്തു. പിന്നെ ഈ ഐറ്റംസ് ഒക്കെയാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. വിന്റർ ക്യാപ്പും വിന്റർ സോക്സും ലെയേഴ്സും അങ്ങനെ കുറച്ച് കുട്ടി കുട്ടി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പതിയെ ഞാൻ അതെല്ലാം അവിടെ നിന്ന് വാങ്ങിച്ചു. എനിവേ ഞാൻ നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. എന്റെ പ്രൊഡക്ട്സ് അത്യാവശ്യം നല്ല റീസണബിൾ പ്രൈസിന് തന്നെ കിട്ടി. കുഴപ്പമുണ്ടായിരുന്നില്ല. എന്തോ ഭാഗത്തിന് എനിക്ക് ഓഫേർഡ് തന്നെ വന്നെത്താനും പറ്റി. സോ ഇനി ഇതുപോലുള്ള വീഡിയോസിനെ വെയിറ്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺ. ഓക്കെ, ബൈ ആൻഡ് ചിൽ ഔട്ട്.